ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനാണ് ആദ്യം ശ്രമിക്കേണ്ടത്. മകൾ അവിടെ നിൽക്കാൻ പിതാവിന് പറ്റുന്നില്ലെന്നെങ്കിൽ മകളെ അവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കാനുള്ള ഏർപ്പാടുകൾ പിതാവ് ചെയ്യണം. അല്ല, മകൾ ഇറങ്ങിപ്പോകില്ല, എൻ്റെ വീടാണ് എന്ന് മകൾ പറയുന്നുണ്ടെങ്കിൽ അവരതിൽ നിന്ന് മാറിക്കൊടുക്കാനാണ് ശ്രമിക്കേണ്ടത്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കടുത്ത തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള ക്രൈം ഒഴിവാക്കാൻ പറ്റും. ചില ബന്ധങ്ങളൊക്കെ വേർപെടുത്തേണ്ട സമയത്ത് തന്നെ വേർപെടുത്തിയേക്കണം. വേർപെടുത്തേണ്ട സമയത്ത് ചില ബന്ധങ്ങൾ വേർപെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ വന്നു കയറുക എന്നുള്ളത് പോലീസിൻ്റെ വിലങ്ങായിരിക്കും. പോലീസിൻ്റെ വിലങ്ങുമായിട്ട് പോലീസ് എത്തുമ്പോഴേക്കായിരിക്കും ഇത് ഞാൻ നേരത്തെ തീരുമാനിക്കേണ്ട കാര്യമായിരുന്നല്ലോ എന്നൊരു ചിന്തയുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈ ക്രൈം സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 5 മാസമായിട്ട് ഈ യുവതി തുടർച്ചയായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. തുടർച്ചയായി വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ് എന്ന് പറയുന്നു. നേരത്തെ ഈ കന്യാസ്ത്രീ മഠത്തിൽ പോയപ്പോഴും അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണ് ഈ യുവതി പഠനം പൂർത്തിയാക്കാതെ തിരിച്ചു വരേണ്ടി വന്നതെന്ന് പോലീസ് പറയുന്നുണ്ട്.